പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം എന്നൊക്കെ പറയുന്നത് എനിക്കൊരു കിട്ടാക്കനിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ ഈ കട തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഒരുപാട് കൂട്ടുകെട്ടുകൾ വന്നത്. ഞാൻ ഓർത്ത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഈ കൂട്ടുകെട്ടുകൾ വരുന്നത്. പക്ഷേ അല്ല കേട്ടോ, നമ്മളിങ്ങനെ ഒരു സ്ഥാപനം നടത്തുമല്ലേ, അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ചിന്തകൾ ചിലപ്പോൾ അവർക്ക് കടം വാങ്ങിച്ചുകൊണ്ട് പോകാൻ അങ്ങനെയൊന്നും അന്നൊന്നും ചിന്തിച്ചില്ല. പിന്നീട് മനസ്സിലായി അവർക്ക് എന്നിൽ നിന്ന് എന്തൊക്കെയോ പ്രയോജനങ്ങൾ അവർ കണ്ടിരിക്കണം, അതുകൊണ്ടായിരുന്നിരിക്കണം എൻ്റെ അടുത്ത് കൂട്ടുകൂടിയതും. പക്ഷേ ആ കൂട്ടുകെട്ട് കാരണം എനിക്ക് ലാഭമൊന്നും ഉണ്ടായിട്ടില്ല, നല്ലപോലെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നും നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടാനുണ്ട്, അതും സൗഹൃദത്തിൻ്റെ പുറത്ത് കൊടുത്തിട്ടുള്ള എമൗണ്ടുകളാണ്. എന്നാൽ എൻ്റെ ഇക്കായ്ക്ക് സംഭവിച്ചത് തന്നെയാണ്. എൻ്റെ ഇക്കായ്ക്ക് നല്ലപോലെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്ക പറഞ്ഞാൽ എൻ്റെ ബ്രദർ, അപ്പോൾ പുള്ളിക്കാരനെ ഇതുപോലെ ഹോട്ടലും ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ്, വണ്ടി ഫീൽഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളിയും ഇതുപോലെ നല്ലപോലെ കൂട്ടുകെട്ടിലാണ് എൻ്റെ ഇക്കട സമ്പാദ്യം മൊത്തവും ഒരു വഴി കൂടെ ഒലിച്ചിറങ്ങി പോയത് മൊത്തവും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന പോലെ നമ്മളെ ആരും വിശ്വസിക്കണമെന്നില്ല. സൗഹൃദങ്ങളിൽ ഞാൻ തോറ്റുപോയി, നല്ലപോലെ ഞാൻ തോറ്റുപോയി. പിന്നെ എന്നെയും സഹായിച്ചിട്ടുള്ള 1-2 സൗഹൃദങ്ങളുണ്ട്. പക്ഷേ അവർ സഹായിച്ചതിൻ്റെ പേരിൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പണമിടപാട് എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. കണ്ടില്ലേ, ഞാൻ എൻ്റെ കടയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോലും വന്ന് നിരന്ന് നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് അത് ചിരിച്ച് കളിച്ചിട്ടാണ് പറഞ്ഞിട്ട് പോണത്, 2 ദിവസം കഴിഞ്ഞിട്ട് തരാവേ, അയച്ചില്ല, അല്ലെങ്കിൽ അടുത്ത മാസം തരാം. നമ്മൾ വിചാരിക്കും അവർ തരുമായിരിക്കും, നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുക, എന്നിട്ട് അവർ തരുമായിരിക്കുന്നു. പക്ഷേ നമ്മളവരെ സാഹചര്യം മനസ്സിലാക്കും, പക്ഷേ നമ്മളുടെ സാഹചര്യം അവർക്കാർക്കും മനസ്സിലാവില്ല. നമ്മളെങ്ങനെയാണ് ഇത് കൊണ്ടു കിടക്കുന്നതെന്നും, അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് ഈ കടം കൊടുക്കുന്നതല്ല ശരിക്കും, നമ്മുടെ സൗഹൃദത്തിൻ്റെ പേരിൽ കൊടുക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കും അവരെ. വിശ്വാസം എന്തിനാണ് അവർ കാണിക്കുന്നത്, അറിഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ പിന്നെയും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് സ്നേഹത്തിനോ ബന്ധങ്ങൾക്കോ ഒന്നും യാതൊരു വിലയില്ല. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിന് മേളിൽ വേറെ ഒന്നുമില്ല, സ്നേഹമോ ബന്ധമോ സൗഹൃദമോ ഒന്നുമില്ല, എല്ലാം പണത്തിന് മേലുള്ള കളികളാണ്. പണമാണ് എല്ലാത്തിനും വലുത്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം അത് മനസ്സിലാക്കുന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം മക്കളെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ബന്ധങ്ങളിലൊന്നും നമ്മൾ ഇടപാടുകൾ കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ അത്രയും ബോറടിപ്പിക്കുന്നില്ല. ബൈ.